മാഷേ, ശബരിമല കവർച്ച കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പോറ്റി പുറത്തു വന്നിരിക്കുന്നു, വീട്ടിലെത്തിയിരിക്കുന്നു, കാരാട്ടെ വീട്ടിലെത്തിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് വലിയ കോലാഹലം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേസിനെ ദുർബലമാക്കും, അന്വേഷണത്തെ ദുർബലമാക്കും. ഇനി ഇവന് എന്താണ് ബാക്കിയുള്ളത്, തീർന്നു കേസെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണോ അതിൻ്റെ നിജാവസ്ഥ? അദ്ദേഹം വാസ്തവത്തിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പ്രകാരം ആ മോചനം അല്ലെങ്കിൽ ആ ജാമ്യം അർഹിക്കുന്നില്ലേ? അല്ല, ഒരാൾ പോലീസിനാൽ പിടിക്കപ്പെട്ടാൽ, ഏതെങ്കിലും കുറ്റത്തിൽ അയാൾ പ്രതിയാക്കപ്പെട്ടാൽ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. അയാൾ കുറ്റവാളിയാണോ എന്ന് തീരുമാനിക്കുന്ന കോടതിയാണ്. കോടതിയിൽ കൃത്യമായിട്ട് ഈ കേസിൻ്റെ വിചാരണകളെല്ലാം നടക്കുകയും ഇയാൾ കുറ്റക്കാരനാണെന്ന് കാണുകയും ചെയ്താൽ കോടതിയാണ് തീരുമാനിക്കുന്നത് ഇയാൾക്ക് ആവശ്യമായിട്ടുള്ള ശിക്ഷ. ഇത്രമാത്രം കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട്, ഇത്രമാത്രം ശിക്ഷ ഇയാൾ അനുഭവിക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. അങ്ങനെ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് അയാൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ശിക്ഷ കിട്ടും. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പോൾ പൊതുവേ പോലീസുകാർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എളുപ്പത്തിൽ ഇവർ ജയിലിൽ നിന്ന് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക്, അതായത് നോൺ ബെയിലബിൾ എന്ന് പറയുന്ന നിലയിൽ പിടിക്കപ്പെടുന്ന ആളുകളുടെ പ്രശ്നമാണ്. അതായത് പെട്ടെന്ന് ഇവന് ജാമ്യം കൊടുക്കാൻ പാടില്ല. ഇവന് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന വ്യവസ്ഥക്കകത്ത് പിടിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കുറ്റവാളികൾക്ക് പുറത്തു വരാനുള്ള ഒരു പഴുതെന്ന് പറയുന്നത് 90 ദിവസത്തിന് മുമ്പിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ പിന്നീട് അയാൾക്ക് പുറത്തു വരണമെങ്കിൽ രണ്ടാമത് കോടതിയെ സമീപിച്ച് അയാളുടെ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും കോടതി വീണ്ടും കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം ചിലപ്പോൾ അയാൾക്ക് ജാമ്യം കിട്ടും, ചിലപ്പോൾ ജാമ്യം കിട്ടാതിരിക്കും. ജാമ്യം ഒരിക്കൽ കോടതി നിശ്ചയിച്ചാൽ വീണ്ടും ജാമ്യത്തിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാവുന്നതാണ്. എന്നും എക്കാലത്തും ഇയാളെ ജാമ്യമില്ലാതെ ജയിലിനകത്ത് കിടത്താനായിട്ടുള്ള വ്യവസ്ഥകളില്ല ശരിക്കും പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നിലവിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം അയാൾക്ക് ലഭിക്കുകയും അയാൾ പുറത്തു വരികയും ചെയ്തു. ഇവിടെ ഇത് വിഷയം രാഷ്ട്രീയമായിട്ട് ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയമായിട്ട് ഉയർന്നു വരുമ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അന്വേഷണ സംഘം SIT അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയാതിരുന്നതാണോ അതോ ബോധപൂർവം അതിന് കഴിയാതിരുന്നതാണെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എക്സാക്ട്ലി. ഇവിടെയുള്ള വിഷയം എന്താണ്? ശബരിമലയിൽ നിന്ന് കവർന്ന സ്വർണം കണ്ടെത്താനായിട്ട് ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല. കാരണം ആ സ്വർണം ഒരിക്കലും സ്വർണമായിരിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരുക്കി വേറൊരു രൂപത്തിലായി പോകുന്നു. ആ സ്വർണം ഒരിക്കലും ആ സ്വർണ്ണമായിട്ടിരിക്കുന്നില്ല. അതാണുള്ള തൊണ്ടി മുതൽ. ആ തൊണ്ടി മുതൽ കണ്ടെത്താനായിട്ട് ഈ കേസിൽ ഒരിക്കലും കഴിയില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതായിരുന്നു. ഈ തൊണ്ടി മുതൽ കണ്ടെത്താനായിട്ട് കഴിയണമെങ്കിൽ ഈ കട്ടിളപ്പാള അങ്ങനെ തന്നെ കൊണ്ടുപോയത് അത് വിദേശത്തേക്ക് കടത്തണം. നേരത്തെ കോടതിയുടെ സംശയത്തിലുണ്ടായിരുന്ന പുരാവസ്തു കൊള്ള സംഘത്തിൻ്റെ കൈകളിലെത്തി അത് വിദേശത്തേക്ക് പോവുകയും വിദേശത്ത് നിന്ന് എവിടെന്നെങ്കിലും പിടികൂടുകയും ചെയ്താൽ മാത്രമാണ് തൊണ്ടി മുതലാകുന്നത്. അല്ലെങ്കിൽ തൊണ്ടി മുതലില്ല. ഇതിന് തൊണ്ടി മുതൽ ഉണ്ടാക്കാൻ പറ്റില്ല. തൊണ്ടിയില്ല. കാരണം ഉള്ള സ്വർണം മുഴുവൻ ഒരുക്കി വേറെ സ്വർണം പല രൂപത്തിലിരിക്കുകയാണ്. ഇത് അയ്യപ്പ സ്വർണ്ണമാണെന്ന് എങ്ങനെ ആർക്ക് പറയാൻ പറ്റും? പറ്റില്ല. VSSയുടെ പരിശോധനയിൽ സ്വർണത്തിൽ കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു അത്രയല്ലേ കണ്ടെത്താൻ പറ്റുള്ളൂ. അതേ കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രശ്നം എന്ന് പറയുന്നത് കോടതിയിൽ കുറ്റപത്രം സമർപ്പണ സമയത്ത് കുറ്റപത്രത്തിൻ്റെ ഒരു ദൗർബല്യമായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ ഈ കേസ് ഇപ്പോൾ നൾ ആൻഡ് വോയിഡ് ആയിട്ട് മാറും, ലോക്കൽ സ്റ്റാൻഡ് ഇല്ല. അതെ, ഈ കേസിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഇതിൻ്റെ പോക്ക് ഇങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ഇതിനകത്ത് സ്വർണം നഷ്ടപ്പെട്ടു. അതിൽ ഇവരെല്ലാം ഗൂഢാചരണക്കാരും കുറ്റവാളികളും ഒക്കെയാണ് എന്ന് കണ്ടെത്താം. ഇവരുടെ സമ്പത്തെന്ന് പറയുന്നത് അനധികൃതമാണ് എന്ന് കണ്ടെത്താം. കാരണം ഒരു ശാന്തിക്കാരനായിട്ടുള്ള പോറ്റിക്ക് ഇത്രമാത്രം സ്വത്ത് എവിടെ വന്നു? അത് ആൻസർ ചെയ്യാനായിട്ട് പോറ്റി ബാധ്യസ്ഥനാണ്, പോറ്റിയുടെ അഡ്വക്കേറ്റ് ബാധ്യസ്ഥ. ഇതൊന്നും അവർക്ക് കോടതിയിൽ തെളിയിക്കാനായിട്ട് കഴിയില്ല എന്നുള്ള. അപ്പോൾ പൊതുവിൽ ഇത് എത്തിച്ചേരാൻ പോകുന്നത് ഇവരിവിടുന്ന് സ്വർണം അടിച്ചു മാറ്റിയെന്നും ഇവർ കളവ് നടത്തിയിട്ടുണ്ടെന്നും ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് ഒക്കെ ഉള്ള കാര്യങ്ങളാണ് തൊണ്ടി മുതലിൻ്റെ സാന്നിധ്യമില്ലാതെ തെളിയിക്കാനായിട്ട് കഴിയുള്ളൂ. അത് മുഴുവനും ഇവരുടെ അനധികൃതമായി ഇവർ സമ്പാദിച്ചിരിക്കുന്നതായിട്ടുള്ള സ്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. അതെ. അപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ SIT എന്ത് ചെയ്യുന്നത്? പാടുപെടുന്നത്.
അവർക്ക് ഒരിക്കൽ 21 ഇല്ലാതെ അവർക്ക് ഈ സാധനം അവതരിപ്പിക്കാൻ പറ്റില്ല. എവിഡൻസ് ആക്ട് അനുസരിച്ച് കേസുകളിൽ പോകും. അതെ, അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ വിഷയമാണ് ഇപ്പം അവരുടെ മുന്നിലുള്ളത്. അതുകൊണ്ടാണ് അവരവിടെ എത്തി നിൽക്കുന്നത്. രാഷ്ട്രീയമായിട്ട് ഇതിനെ ഇപ്പോൾ കോൺഗ്രസ് എതിർക്കുമ്പോഴും കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഈ കളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഭരണകൂടത്തിലിരിക്കുന്ന അതാണ് ഇടതുപക്ഷം. അവർ നേരിട്ട് ഇതിൻ്റെ എന്താണ് അതിൻ്റെ പങ്കുപറ്റുകാരായി മാറിയിരിക്കുന്നു. അവരുടെ നേതാക്കൾ ജയിലിൽ കിടക്കുന്നു. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ആദ്യം ഇതിൻ്റെ നിരയിൽ നിൽക്കുന്നത് CPM-ൻ്റെ നേതാക്കളാണെങ്കിൽ അതിൻ്റെ പിന്നാലെ അതിൻ്റെ കൈപിടിച്ച് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട്. രണ്ടു കൂട്ടരുണ്ട്. അതോടൊപ്പം തന്നെയാണ് തന്ത്രി ഇതിൻ്റെ എന്താണ് കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുകയും തന്ത്രിയുടെ അനധികൃതമായിട്ടുള്ള സ്വത്തിനെ കുറിച്ചുള്ള വാർത്തകൾ വാസ്തവത്തിൽ മാഷ് പറഞ്ഞു വരുന്നത് ഇവരെല്ലാം പ്രതികളാണ്. പ്രതിപക്ഷവും ഇവരെല്ലാം പ്രതികളാണ്. ആരെയും തൊടാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇവരെല്ലാം പ്രതികളാണ്. ഞാനൊരു സംശയം അവിടെ ഞാൻ പറഞ്ഞോട്ടെ, ഇവരെല്ലാം പ്രതികളാണ്. ഇവരെ പ്രതികളായി കണ്ടുകൊണ്ട് ഉടനെ തന്നെ ഈ എന്താണ് കുറ്റപത്ര സമർപ്പണം നടത്തുകയും അതുപോലെ വിചാരണ ആരംഭിക്കുകയും ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. മാഷ് ഒരു കാര്യം പറഞ്ഞല്ലോ, അനധികൃതമായ സ്വത്ത്, വരവിൽ കവിഞ്ഞ സ്വത്ത് എന്ന് പറയുന്ന കുറ്റം അതിപ്പോൾ ഇവർക്ക് അന്വേഷിക്കാനുള്ള കപ്പാസിറ്റിയേക്കാൾ കൂടുതലായിട്ടുള്ളത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അവരുണ്ടല്ലോ, അവരിപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സംബന്ധിച്ചുള്ള അന്വേഷണം ED ഇപ്പോൾ ഉടൻ നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുവഴി അദ്ദേഹത്തിനെ പ്രതിയാക്കിക്കൊണ്ട് വീണ്ടും ജയിലിലെത്തിക്കാൻ കഴിയില്ല, ഒരു സാധ്യതയില്ല. തീർച്ചയായിട്ടും അങ്ങനെ അവർക്ക് ജയിലിലെത്താനായിട്ട് കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ പേരിൽ ശിക്ഷയും കിട്ടും. അതിൻ്റെ രീതികളെല്ലാം അങ്ങനെയാണ് പോകുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ഇതിനിടയ്ക്ക് വേറൊരു സംശയം കൂടെ ഉണ്ട് നമുക്ക് ദൂരീകരിക്കാനായിട്ട്. സുപ്രീം കോടതി ഒരിക്കൽ ജാമ്യാപേക്ഷയുമായിട്ട് ഇവർ തന്നെ ചെന്നപ്പോൾ ചോദിച്ചത്, അയ്യപ്പനെ ചതിച്ചവരല്ലേ നിങ്ങൾക്ക് പിന്നെ എങ്ങനെ ജാമ്യം തരും? അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഹൈക്കോടതിയുടെ തന്നെ 2 ബെഞ്ചുകൾ, സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തമ്മിൽ ഇക്കാര്യത്തിലൊരു തർക്കമുണ്ട്. ഡിവിഷൻ ബെഞ്ചാണ് കേസ് ശരിയായിട്ടുള്ള വിധത്തിലാണ് പോകുന്നത്, ജനങ്ങൾ അറിയേണ്ട കാര്യമില്ല അതെന്നും പറഞ്ഞത്. പക്ഷേ സിംഗിൾ ബെഞ്ച് പറയുന്നത് ശരിയായ വിധത്തിലല്ല, നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ചോദ്യം ചെയ്യേണ്ടവരെ ചോദ്യം ചെയ്തില്ല എന്ന് പറഞ്ഞ് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത്. അവിടെ ഒരു വൈരുദ്ധ്യം, ഇതിൻ്റെ ഒരു ഏകാത്മകത എന്ന് വേണമല്ലോ കോടതിയുടേതായിട്ട്, അതല്ലല്ലോ വരുന്നത്, ദ്വന്ദ്വാത്മകതയാണ്. അത് കോടതിയാണ് പരിശോധിക്കേണ്ടത്, ശരിക്കും നമ്മളല്ല. സിംഗിൾ ബെഞ്ച് പറഞ്ഞതിന് ശേഷമാണല്ലോ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്. ഡബിൾ ബെഞ്ച് പരിശോധിച്ചു, ശരിക്കും പറഞ്ഞു 2 പേര് ഉള്ള കോടതി പരിശോധിക്കും. അത് കഴിഞ്ഞ് അതിനേക്കാൾ കൂടുതൽ അംഗങ്ങളുള്ള ബെഞ്ചിനും അത് പരിശോധിക്കാവുന്നതാണ്. സാധാരണ രീതിയിൽ സിംഗിൾ ബെഞ്ച് പരിശോധിക്കുന്ന കാര്യങ്ങളിൽ ആ ഒരൊറ്റ ജഡ്ജിയുടെ അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ് വരുന്നത്. നമുക്കറിയാലോ, ഈ ജഡ്ജസ് ഏത് കേസെടുക്കുന്ന സമയത്തും അവരുടെ മുന്നിൽ അതിൻ്റെ ബേസായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ നിയമവ്യവസ്ഥയാണ്. നിയമങ്ങൾ വെറുതെ നിയമങ്ങളായിരിക്കുമ്പോൾ അതിന് ജീവനില്ല. അതിന് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത്, വ്യാഖ്യാനിക്കുന്ന സമയത്താണ് അതിന് ജീവൻ വരും. ഈ വ്യാഖ്യാനം എന്ന് പറയുന്നത് വ്യക്തികൾ നടത്തുന്ന സമയത്ത് അതിന് സംഭവിക്കാൻ സാധ്യതയുള്ള പിഴവുകൾ അല്ലെങ്കിൽ ലൂപ്പ് ഹോളുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ രീതിയിൽ എന്ത് ചെയ്യുന്നത്, 2 അംഗ ബെഞ്ച് അത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അപ്പോൾ അവിടെ ഒറ്റ ജഡ്ജിയുടെ അതിലുള്ള അഭിപ്രായത്തിന് പകരമായിട്ട് 2 പേരും കൂടിയിരുന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് കുറച്ചും കൂടി റീസണബിൾ ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടത്താനുള്ള പോസിബിലിറ്റി എന്താണ് സിംഗിൾ ബെഞ്ചിനേക്കാൾ കൂടുതൽ ജഡ്ജസ് അംഗമായിരിക്കുന്നതായിട്ടുള്ള ബെഞ്ചുകൾക്കാണുള്ളത്. അങ്ങനെയാണ് നമ്മൾ സിംഗിൾ ബെഞ്ചിനെയും അതേപോലെ തന്നെ ഈ 2 അംഗ ബെഞ്ചിനെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ചിലപ്പോൾ ഈ 2 അംഗ ബെഞ്ചിനേക്കാൾ കുറച്ചും കൂടി ഇൻ്റലക്ച്വലായിട്ടുള്ള, കുറച്ചും കൂടി റീസണബിൾ ആയിട്ടുള്ള, കുറച്ചും കൂടി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഇൻ്റർപ്രിട്ടേഷൻ ചിലപ്പോൾ എന്ത് ചെയ്യാം, സിംഗിൾ ബെഞ്ച് നടത്തിയേക്കാം. അതൊക്കെ അതിൻ്റെ സാധ്യതകൾ മാത്രമാണ്. നമ്മളിതെല്ലാം പരിശോധിക്കുകയും ഏതാണ് കൂടുതൽ നല്ലത് സമൂഹത്തിന് എന്ന് തോന്നുന്നത് സ്വീകരിക്കുകയും ചെയ്യാന്നുള്ളതാണ് നമുക്കും അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്കും. നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ബഹുസ്വരതയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. സാധ്യതകളാണ്. ഇതിലൊക്കെ പുറമെ ഇപ്പോൾ ജാമ്യം കൊടുത്തിരിക്കുന്ന കൊല്ലം സെഷൻസ് കോടതിയാണ്, ഇത് 2 ബെഞ്ചുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ മാനദണ്ഡമാക്കിയിരിക്കുക അങ്ങ് പറഞ്ഞതുപോലെ തന്നെ BNS എന്ന് പറയുന്ന ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നതിലും നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോയാലും ഒരു നിരപരാധി പോലും പാടില്ല എന്നുള്ള ഒരു നിയമത്തിൻ്റെ ഒരു കാരുണ്യമായിരിക്കണം അവർ പരിഗണിച്ചത്. അതുകൊണ്ടായിരിക്കാം പോറ്റി പുറത്തു പോയത്. അതിൻ്റെ പ്രശ്നം അത് മാത്രമല്ല, അതങ്ങനെ നമ്മുടെ ന്യായവ്യവസ്ഥയുടെ ഒരു മഹത്തായിട്ടുള്ള വചനമായിട്ട് അതിനെ കണക്കാക്കാം. നമ്മൾ പൊതുവെ പറയുന്നത് എന്താണ്, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അതെ, ഈ 1000 കുറ്റവാളികളും അതേപോലെ ഒരു
നിഷ്കളങ്കനും എന്നുള്ളത് ഈ നമ്മളുടെ ന്യായവ്യവസ്ഥയെ മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. പൊതുവെ നമ്മളൊരു കോമൺ സെൻസ് വെച്ച് പരിശോധിച്ചാൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടിരിക്കണം. കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ നിയമ സംവിധാനം നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് അതിനിടക്ക് നിരപരാധികളുണ്ടായ ചിലപ്പോൾ നിരപരാധികളും ഇതിൻ്റെ കൂടെ ഇവർ അടിച്ചു കയറ്റാറുണ്ട്. അത് പാടില്ല. നിരപരാധികളെ ശിക്ഷിക്കാൻ പാടില്ല. അപ്പോൾ കുറ്റവാളികളെ ശിക്ഷിക്കുകയും നിരപരാധികളെ വെറുതെ വിടുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരാൾക്ക് ജാമ്യം കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ അയാൾ നിരപരാധിയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നില്ല. തീർച്ചയായിട്ടും അയാൾ കുറ്റവാളിയാണ്, കുറ്റാരോപിതനാണ്. കുറ്റവാളി എന്ന് നമുക്ക് പറയാൻ നമുക്ക് അവകാശമില്ല. കുറ്റാരോപിതനാണ്. പോറ്റി സ്വർണം കെട്ടവനാണ് എന്നത് ഒരാരോപണമാണ്. അവിടെ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യമാണ്. പോറ്റി അല്ലെങ്കിൽ പിന്നെ ആര്? പോറ്റി ഒറ്റക്കാണ്. ഇതൊക്കെയാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായി കഴിഞ്ഞാലും പോറ്റി അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രതിയാണ്. അതുകൊണ്ടാണ് അയാളെ ഒന്നാം പ്രതിയായിട്ട് അന്വേഷണ സംഘം കണക്കാക്കുകയും അങ്ങനെ ചിത്രീകരിച്ചിട്ടാണ് ആ സംഭവങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇയാൾക്ക് ജാമ്യം കിട്ടിയെന്നുള്ളതിൻ്റെ പേരിൽ ഈ ലോകമൊന്നും ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. കേസ് മര്യാദക്ക് നടത്തി ഇവ ഈ കുറ്റവാളികളെ ശിക്ഷിച്ച് ഉടനെ ജയിലിൽ അടക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. ഉടനെ. കാരണം വെച്ചാൽ ഇവരെന്താ സാധാരണ ചെയ്യാമണ? എന്ത് ചെയ്യും? ഈ കേസ് ഇനി എന്തെടുക്കും? ഈ കേസ് ഇങ്ങനെ കൊണ്ടുപോയി പോറ്റി അത്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് തീരുമാനം വരുന്നത്. അതൊക്കെയാണ് നമ്മുടെ ന്യായവ്യവസ്ഥയുടെ ഏറ്റവും വലിയ തകരാറുകൾ. കാരണം ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത് എത്രയോ കാലമായി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോടതികൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ തുടങ്ങുകയും നീതി വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നൊരു സംവിധാനമാണ് നമ്മളുടെ കോടതി എന്ന് പറയുന്നത് എന്ന് നമ്മളെ വ്യക്തമാക്കാനുള്ള ഒരു ബാധ്യത ഉത്തരവാദിത്വം അവർക്കുണ്ടല്ലോ. ചുമ്മാ കയറി കസേരയിലിരിക്കുന്ന എല്ലാവരും അല്ലേ, ലക്ഷക്കണക്കിന് രൂപ നമ്മളവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ ഈ സമൂഹം. അതിൻ്റെ ഉത്തരവാദിത്വം ആര് കാണിക്കണം? ഇവർ കാണിക്കണം. ഇവർ അടിയന്തരമായിട്ട് ഈ കേസ് വിചാരണക്കെടുത്ത് ഇതിലെ കുറ്റവാളികളെ ശിക്ഷിച്ച് അവരെ ജയിലിലടച്ചുകൊണ്ട് സമൂഹത്തിന് നേർവഴി കാണിക്കണം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.